Hi everyone. Again, this is a traveling vlog, traveling to മൈസൂർ. ഞാനും ഹസ്ബൻഡും കൂടിയാണ് മൈസൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തു നിന്ന് ഒരു ട്രെയിനിൽ കയറിയിട്ട് സേലത്തിറങ്ങി. സേലത്തു നിന്ന് എടുത്ത ട്രെയിനിലാണ് മൈസൂർക്ക് പോയത്. അപ്പോൾ ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അതാണ് കാണുന്നത്. അപ്പോൾ ഇത് അറൗണ്ട് സേലം ഞങ്ങൾ എത്താറായിട്ടുണ്ടായിരുന്നു. ദെൻ സേലത്തിറങ്ങി ഒരു 1 അവർ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ മൈസൂർക്കുള്ള ട്രെയിൻ വന്നു. അങ്ങനെ മൈസൂർ ട്രെയിനിൽ കയറി ഞങ്ങൾ മൈസൂരെത്തി. അപ്പോൾ മൈസൂർ ഏർലി മോർണിംഗ് തന്നെ, ഏർലി മോർണിംഗ് ഇൻ ദ സെൻസ് ഒരു 7 AM കഴിഞ്ഞപ്പോൾ മൈസൂർ റീജിയൻ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലേക്ക് ഒരു 8 മണിയായപ്പോഴാണ് ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടൽ രൂപയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 8 മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടൽ രൂപ. ഇതാണ് ഹോട്ടൽ രൂപ. അപ്പം ഞങ്ങൾ റൂമിലെത്തി, റൂം ചെക്ക് ഇൻ ചെയ്തു. 3 ഡേയ്സിലേക്കാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റൂമായിരുന്നു, 2 പേർക്കും കൂടി നല്ല ഒരു റൂം തന്നെയായിരുന്നു അത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അലോട്ടഡായി കിട്ടിയിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ട് ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 3 ഡേയ്സും അവിടെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. സോ റീച്ച് ആയ ഡേ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. നമ്മുടെ കേരള സ്റ്റൈൽ ഒന്നുമല്ല, ഫുള്ളി മൈസൂർ സ്റ്റൈൽ, കർണാടക സ്റ്റൈൽ ഫുഡാണ്. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായി നേരെ ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് ചാമുണ്ഡി ഹിൽസിലേക്കാണ്. അപ്പോൾ ഇതാണ് ചാമുണ്ഡി ഹിൽസിൻ്റെ ഹെയർ പിൻ കയറി പോകുന്ന വഴികളാണ് നിങ്ങളീ കാണുന്നത്. ഫുൾ ഓൺ ദ ടോപ്പ് ഓഫ് എ ഹില്ലാണ്, ചാമുണ്ഡി ഹില്ലാണ്. അപ്പോൾ ഒരു ഹില്ലിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ഉടനെ കുറേ പൂക്കടകൾ അവിടെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ എത്തിയിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചു. അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചു. പിന്നെ സാരി കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഞങ്ങൾ സാരി വാങ്ങിയില്ല. ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലെ ഗോപുരം. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ജപിച്ച നൂല് വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ 200 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയത്. അവിടെ 50 റുപ്പീസിൻ്റെ ടിക്കറ്റും 200 റുപ്പീസിൻ്റെ ടിക്കറ്റും ഫ്രീ ടിക്കറ്റുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പെർമിസിബിൾ ആണ്. ഞാനിത് അമ്പലത്തിൻ്റെ പുറക് ഭാഗത്ത് വന്നിട്ട് അവിടെയാണ് കുറച്ച് വീഡിയോസ് എടുത്തത്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നേരെ പോയിട്ടൊരു കരിക്ക് കുടിച്ചു. ദെൻ അവിടെ നിന്ന് നേരെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് വന്നേക്കുന്നതാണ് കേട്ടോ. ഈ ഏരിയ ഫുള്ളി ഷോപ്പിംഗ് ആണ്. ഇനി നമ്മൾ പുറത്ത് കാർ പാർക്കിങ്ങിലേക്ക് പോകുന്നത് വരെയും ഷോപ്പിംഗ് ആണ്. ഒത്തിരി മലയാളി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഹില്ലിൽ നിന്ന് താഴെ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വ്യൂ പോയിൻറ്റിലിറങ്ങി ജസ്റ്റ് ഒന്ന് വ്യൂസൊക്കെ കണ്ടു. നല്ല വെയിലാണ്. അപ്പോൾ അത്രയും വെയിൽ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല. അവിടെ നിന്ന് എഗെയിൻ തിരികെ താഴെ വരുമ്പോൾ ഒരു സാൻഡ് മ്യൂസിയം ഉണ്ടായിരുന്നു. സാൻഡ് മ്യൂസിയം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ സാൻഡ് മ്യൂസിയത്തിലേക്കാണ് അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. 60 റുപ്പീസ് പെർ പേഴ്സൺ ആണ് സാൻഡ് മ്യൂസിയത്തിലെ എൻട്രി ഫീ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ മുഴുവൻ മണ്ണിലുള്ള ആർട്ട് വർക്ക്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിജയനഗര എംപറർ സിസ്റ്റം ആൻഡ് ടിപ്പു സുൽത്താൻ മൊണാർക്കി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫുൾ സാൻഡിലുള്ള ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ. ഡിസ്നി ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഹാഭാരത ബേസ് ചെയ്തുകൊണ്ടുള്ളത് ചെയ്തിട്ടുണ്ട്. ചാമുണ്ഡി ഹിൽസിലുള്ള ചാമുണ്ഡി ദേവിയുടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദേവിയെ എങ്ങനെയാണ് കാണാൻ എന്നുള്ളതൊക്കെ അവിടെ ഒന്ന് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. 60 റുപ്പീസ് ടിക്കറ്റ് എടുത്ത് കാണാനും വേണ്ടി മാത്രമൊന്നും സാൻഡ് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. കുറേ കുട്ടികൾ വന്ന് ഡിസ്നി ലാൻഡിൻ്റെ സൈഡിൽ നിന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അധികം ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി, ഹാൻഡ് മെയ്ഡ് ബാഗ്സ്, അങ്ങനെ കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇത് ഡേ ടൈം നമ്മൾ കാണുന്ന മൈസൂർ പാലസ് ആണ് കേട്ടോ. പാലസിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റാണ്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ തിരികെ പോയത്.
പാലസിൻ്റെ സൈഡിൽ നിറയെ കുതിരവണ്ടികൾ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി ഈ വണ്ടികളൊക്കെ മുഴുവൻ ലൈറ്റിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ട് എഗെയിൻ തിരിച്ചു വന്ന് നേരെ മൈസൂർ പാലസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എവരിവൺ പ്ലീസ് ഡു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് മൈസൂർ പാലസ് വീഡിയോസ്. Until the next video, bye bye.